എൻ്റെ ദൈവമേ, ചെറുക്കനെ കൊണ്ട് പോകാനിപ്പോൾ. ചെറുക്കൻ്റെ കുറേ ഫുൾ ടൈം വെക്കാൻ നിൽക്കണം, അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇവനെ ഗ്യാപ്പിൽ കൂടെ ചാടും. അച്ചി ഇത് ഞങ്ങളുടെ ഞീഴൂരത്തെ കനാൽ പാലമാണ്. ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുക്കാനും ഈവനിങ് വാക്കിനൊക്കെ ആയിട്ട് വരുന്ന പാലമാണിത്. ഇഷ്ടംപോലെ നടക്കാൻ പറ്റും. വലിയ പാലമാണ്, വലിയ പാലം, നല്ല നീളമുള്ള പാലം. ഇതിൽ ഡെയിലി ഒരു 5 റൗണ്ട് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ കൊളസ്ട്രോളും പോവും, നമ്മുടെ എല്ലാം പോവും. ഇല്ലടാ റോണി, ഇതുണ്ടോ റോണിയൊക്കെ ഇതിലെ സ്ഥിരം നടക്കണ ആളാണ്. എൻ്റെ വയറൊക്കെ പോയി അല്ല സ്ലിം ഫിറ്റായി നോക്കി. ഏട്ടാ ഫിറ്റായ വേറൊരിത്, ആ ഫിറ്റല്ല, ബോഡിയുടെ ഫിറ്റായ ഉദ്ദേശം. ഹായ് ഉണ്ണി, ഹായ്. പോയോ? ഹായ്. ഇതേ കുഞ്ഞുണ്ണി, കുഞ്ഞുണ്ണി ഇതേ ഹായ്. അത് താഴത്തേക്ക് ഇടാനല്ലേ? അല്ല, ഇവിടെ വീണ ഒരു സുഖം ഉണ്ടായില്ല കേട്ടോ. ഉണ്ണി പൊക്കാൻ പറ്റുള്ള ഉണ്ണി. അയ്യോ വേണ്ട, നീ ഓടി വീഴും. കൊടുത്തോ കുഴപ്പമില്ല. അവനെ കൊണ്ട് എന്തായാലും താഴെ തരാൻ പറ്റില്ല. അവനെ പിടിച്ചോട്ടോ, അവനെ ഗ്യാപ്പിൽ കൂടെ ചിലപ്പോൾ താഴെ പോകും. നീ അവിടം വരെ ഓടിയല്ലേ? നമുക്ക് കളിക്കണം കേട്ടോ കുറച്ച് നേരം. ആ വേർക്ക് വരുന്നുണ്ട്. അമ്മ എന്നടി സാറാണത്? സുരേഷ് സാറാണോ പോയത്? അങ്ങോട്ട് നോക്കിയോ, അങ്ങോട്ട് നോക്കിന്നു. വാവ്, ബേബി എൻ്റെ ഫോൺ അറിയില്ല. എൻ്റെ ഫോൺ ഞാൻ എവിടെ വെച്ചല്ലോ. ആ നീ കണ്ടായിരുന്നു സാറിനെ? എൻ്റെ ഫോണിൻ്റെ വെട്ടാൻ കാണിച്ചു തരുമോ?
ഓടി വാടാ ഉണ്ണി. അയ്യോ വേണ്ട വേണ്ട, ഇവിടെ വീണിയാണ്ടല്ലോ. കമ്പിയല്ലേ ഈ തട്ട്? ആ ഹാ 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 വേടാ മിടുക്കൻ. ആ ഇവിടെ ഉണ്ടായിരുന്നല്ലേ അവൻ്റെ അവിടെ സൈഡിൽ ഇരിപ്പുണ്ടായിരുന്നില്ല. ആ ഞാൻ എവിടെ വെച്ചായിട്ട് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. പിന്നെ പോട്ടെ. അയ്യോ മലയ്ക്ക് പോകണം. ഒരു കുഴപ്പമില്ല, വയലിട്ട് കാണാം. കേരളത്തിൽ അങ്ങനെ പുറകോട്ട് തിരിഞ്ഞ് ഇറങ്ങുന്നത്. അമ്മയാൻ വരുന്നത്. വണ്ടി വരുന്നുണ്ടോ? മേളിൽ കൂടെ പോയല്ലേ? ആ ആ നീ കൂടെ ഓടിക്കോ, ഞാനും ഓടാം. എടാ സാറല്ലേ വരുന്നേ? സാറല്ലേ വരുന്നേ? ടോണിയുണ്ട്, സോണിയുണ്ട്. സാറിന് ഷോർട്ട് സൈറ്റ് ആണോ സാറേ? എനിക്കുണ്ട് ഷോർട്ട് സൈറ്റ്. ഞാൻ പിന്നെ കണ്ണാടി വെക്കുന്നില്ലെന്നേ ഉള്ളൂ. ഞങ്ങൾ ഇന്നലെ ടീച്ചറിനെ കണ്ടായിരുന്നു. ഇന്നലെ അല്ല, മിനിങ്ങാന്ന്. ഞങ്ങൾ സോണിയുടെയും രഞ്ജിത്തിൻ്റെയും കൂടി നടക്കാൻ ഇറങ്ങും ഇവിടെ. ഇപ്പോൾ ഇനിയിപ്പോൾ മിക്കവാറും എല്ലാ ദിവസവും കാണുമായിരിക്കും. ആ രഞ്ജിത്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ. ആ അവൻ്റെ വൈഫിനെ ഇവിടെ മാർസ്ലിവയിൽ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട്. അവളിപ്പോൾ 9 മാസം ആയി. ഞങ്ങൾ കണ്ട ആ കുഞ്ഞും ശരണ്യുണ്ട്. ഞങ്ങൾ സാറ് ഷീറ്റ് അടിക്കാൻ അങ്ങോട്ട് പോയാൽ കണ്ടായിരുന്നു. അന്നേരം ഞങ്ങൾ അങ്ങ് ദൂരെയായിരുന്നു. ആ ഞങ്ങൾ ഇനിയിപ്പോൾ എല്ലാ ദിവസവും കാണുള്ളൂ. ആ ഓക്കെ ഓക്കെ. അല്ല മറ്റേ ഇത് സ്പെക്സ് വെച്ചാൽ ഓക്കെ ആണ്. ആ ആ ആ ആ ഓക്കെ ഓക്കെ. വെറുതെ ഒരു റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ അതെ അതെ, ഒരു പൊടി പോലെ കാണത്തുള്ളൂ അല്ലേ? കൂടെ ആരാ ഉണ്ടായിരുന്നേ? ആ നടക്കത്ത് തന്നെ. ആ ആ ഇന്നലെ പറഞ്ഞില്ല, ഞാൻ ഇന്നലെ അവിടെ ഇച്ചിരി പരിപാടി അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ ഇവർ പറഞ്ഞു, ഇവരിവിടുന്ന് പോയല്ലോ, അമ്പലത്തിൽ പോയ വഴിക്ക് പറഞ്ഞു. അതെ, ടീച്ചറും കൊച്ചും കൂടെ ഇളയവനും കൂടെ കൂടി പോയാൽ ഞങ്ങൾ കണ്ടായിരുന്നു. സോണിയൊക്കെ ആണെന്ന് തോന്നുന്നു. അല്ല ഞങ്ങൾ പിന്നെ ഈ നടക്കാനൊക്കെ ഇറങ്ങി ആ പടം വേർത്തൊക്കെ ഇരിക്കണാറാ പിന്നെ അങ്ങോട്ട്. ഉണ്ണിക്കൂടാ ഓടാം, അങ്ങോട്ട് ഓടാം.
ഇന്നും അവര് അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞ അവിടെ ഇങ്ങനെ നിൽക്കുക. നമ്മുടെ ഞീഴൂർ അല്ല ഈ ഭജനമഠത്തിൻ്റെ അവിടെ ശരിയാ. പരിപാടി വൈകുന്നേരം അവിടെ പുള്ളിക്കാരത്തി വൈകുന്നേരം അതിൽ ഞങ്ങൾ കണ്ടായിരുന്നു. അവിടെ മറ്റേ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഒരു ചടങ്ങുണ്ടല്ലോ. ആ ശബരിമലയുടെ. ഓക്കെ ഓക്കെ. നീ നോക്കത്തല്ല, ഞാൻ മാറ്റി. എടാ ഉണ്ണിക്കൂട്ടാ, വേണ്ട 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 ഉണ്ണി, വേണ്ട ഉണ്ണി ഉണ്ണി. എടാ ഉണ്ണിക്കൂട്ടാ ഡീസൻ്റ്, അവനെ കൊണ്ട് വെടിവെപ്പിക്കണ്ട. ഇതൊക്കെ ഇച്ചിരൂടെ കഴിയുമ്പോൾ മിക്കവാറും എനിക്കിട്ട് കിട്ടും. ഉണ്ണി മതിയാ, വയലിലായി തന്നു. കിട്ടടാ നിന്നെ. ഇവര് ഈ സാധനം താഴെ തരാനാ, വീട്ടിലുള്ള സാധനമൊക്കെ ഉരുട്ടി താഴെ കളയുക. ഇത് എന്ത് സന്തോഷമാണ് നിനക്ക്, എന്ത് സന്തോഷ. ഇത് അവന്റെ അതിന്റെ പുറത്ത് കടക്കുക, അതൊക്കെയാണ്. എന്നാ ഉണ്ണിക്കോട്ടെ നമുക്ക് പോയാലോ. ഹലോ എടുത്തോളാം. അത്യാവശ്യം സ്കില്ലുണ്ടല്ലോ നിനക്ക്. ഇല്ലടാ, നിന്റെ ഉണ്ടോ ഫുട്ബോള്? ഉണ്ടോ? മീനാ, കുഞ്ഞു മീനാ അല്ലേ? മീമി. ഞാൻ എടുത്തോളാം. ഇത് നല്ല ബോളല്ലേടാ അല്ലേ? നല്ലല്ലേ ഇത്?